ഇതിലെല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വുമൺ ആണ്. അതായത് പുരുഷനിൽ നിന്നും സ്ത്രീയായി പൂർണ്ണ ഒരു സ്ത്രീ ആയിട്ട് മാറിയിട്ടുള്ളൊരു കുട്ടിയാണ്. എത്ര വയസ്സായി ഇപ്പൊ? 24. ആകാംക്ഷയുടെ മുമ്പുള്ള പേരെന്താ? കൃഷ്ണ. കൃഷ്ണ. ആഹാ, ഞാൻ അഷ്ടമി രോഹിണിയാ. ഞാൻ കൃഷ്ണന്റെ മെയിൻ ആളാ. കൃഷ്ണയായിരുന്നു. ഓക്കെ, ആ കൃഷ്ണയാണ് ഇപ്പൊ ആകാംക്ഷയായിട്ട് മാറിയത്. ലൈഫിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് എന്താ? ഇതിനു മുന്നേ എന്റെ സർജറി ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി അച്ഛലമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എനിക്കൊന്ന് കല്യാണം കഴിക്കണമെന്ന്. എനിക്ക് വയ്യ. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഇരിക്കാൻ പോവാ ജോത്സനായിട്ട്. സീരിയസ്ലി? കാരണം വേറെ ഒന്നുമല്ല, ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് പൊങ്കാല ഇടും ആൾക്കാര്. പൊങ്കാല ഓൾറെഡി ഇട്ടതല്ലേ? അതെ, 3 തൊട്ട് എന്നാലും ജനങ്ങളും പൊങ്കാല ഇടുമല്ലോ. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ലൈഫിലേക്ക് വരുമ്പോ എനിക്ക് പലയിടത്തുനിന്ന് പല മോശമായിട്ടുള്ള കമന്റ്സ് തന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ആകണം എന്ന ആ ഒരു ആഗ്രഹം സാധിച്ചു. നല്ലൊരു ഫാമിലി ലൈഫും കൂടെ എനിക്ക് വേണം. കാരണം അത് ആരും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യം അറിയാം, എന്നാലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് എന്ന് പറയാം. എനിക്ക് ആ സിന്ദൂരമൊക്കെ തൊടുന്നത് ഇപ്പൊ കുട്ടികളുടെ കാര്യം അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ, ടെക്നോളജീസ് ആ ഒരു സമയത്തേക്കെങ്കിലും ലൈക്ക് എന്തൊക്കെയാണ് സയന്റിഫിക്കലി വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഇതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് സമയത്താ തോന്നിയത് ഞാനൊരു പുരുഷനാണ്, എനിക്കും മറ്റുള്ള കുട്ടികളെ പോലെ കണ്ണെഴുതി പൊട്ട് തൊട്ട് കണ്ണാടിയുടെ മുന്നിലൊക്കെ ഒന്ന് നോക്കണം, അങ്ങനെയൊക്കെ തോന്നിയത് എത്ര വയസ്സിലാണ്? എനിക്ക് 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10th ഒക്കെ വരുന്ന സമയത്തായിരുന്നു കുറച്ചിത്. സ്കൂളിലൊക്കെ പാരന്റ്സ് മീറ്റിങ്ങിന് വരുമ്പോൾ UKG തൊട്ട് കേൾക്കുന്ന സംഭവം, അയ്യോ ഇവൻ പഠിക്കാൻ ബഹുമെടുക്കണം, പക്ഷെ ഏത് തരം പെണ്ണുങ്ങളുടെ കൂടെ. അപ്പൊ അവരുടെ ആ ഒരു തോട്ടില് പെൺപിള്ളേരെ ഇഷ്ടം. പക്ഷെ എന്റെ മൈൻഡിൽ കള്ളകൃഷ്ണനായിരുന്നു അങ്ങനെയാണ് അവര് വിചാരിച്ചത്. പക്ഷെ എന്റെ ഒരു മൈൻഡില് പെൺപിള്ളേരുടെ എല്ലാ ആക്ടിവിറ്റീസും എനിക്ക് ചെയ്യാൻ ഭയങ്കര. ഞാനൊരു പെൺകുട്ടിയാണ്. വീട്ടിലാളില്ലാത്ത സമയത്ത് തവർത്തൊക്കെ എടുത്ത് തലയെ കെട്ടിയിട്ട് കണ്ണാടിന്റെ ഫ്രണ്ടിൽ നോക്കുക, അമ്മയുടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കുക. അങ്ങനെ കുറെ ആയിട്ട് പോയി. പിന്നെ 9th പഠിച്ചപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചു. ഓക്കെ അല്ല, എൻ്റെ അമ്മ കരഞ്ഞപ്പോൾ